ഹരേ കൃഷ്ണ. എപ്പോഴോ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ്, ആരാണ് എനിക്ക് ഗുരുവായൂരപ്പനെന്ന്. പലരോടും ചോദിക്കുന്നതൊക്കെ നാം കേട്ടിട്ടുണ്ടല്ലേ, ആരാണ് നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെന്ന്. എപ്പോഴെങ്കിലും ഈ ചോദ്യത്തിനുത്തരം നമ്മൾ പറയേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മൾ പറയുക? അതിപ്പം ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ നമുക്കാർക്കും സാധിക്കില്ല. എന്താ പറയുക, എങ്ങനെയാ പറയുക, ഒരു ധാരണയുമില്ല. പല ചിന്തകളും ഉത്തരങ്ങളും തോന്നുന്നുണ്ട്. പക്ഷേ ജന്മജന്മാന്തരങ്ങളായി എൻ്റെ കൂടെ നടന്നവൻ, ഞാൻ തിരിച്ചറിയാതിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് സംരക്ഷിച്ചവൻ, ഞാൻ തിരിച്ചറിയാനായി സ്നേഹിക്കാനായി യുഗങ്ങളോളം കാത്തിരുന്നവൻ, നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും കേൾക്കുന്നവനാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. നമ്മുടെ ഹൃദയതാളം അറിയുന്നവനാണ് ഗുരുവായൂരപ്പൻ. ആരും അറിയാതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതെല്ലാം മനസ്സിലാക്കുന്നവനാണവൻ. നമ്മുടെ ഹൃദയതാളം കേൾക്കാൻ പാകത്തിന് നമ്മളിൽ ആത്മാവായി കുടികൊള്ളുന്നവൻ, നമ്മുടെ ഹൃദയതാളത്തെ അറിയുന്ന, നമ്മുടെ മനസ്സിനെ കട്ടെടുക്കുന്ന, നമ്മളിൽ ജീവശ്വാസമായി തുടിക്കുന്നവൻ ഗുരുവായൂരപ്പൻ. നമ്മളെ തനിച്ചായി പോകാൻ അനുവദിക്കാത്തവൻ, നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണീരൊപ്പുന്നവൻ, ആത്മാവിനെ ഭക്തിയാകുന്ന പ്രണയം കൊണ്ട് വാരിപ്പുണർന്നവൻ, ഈ പ്രപഞ്ചം മുഴുവൻ എന്നെ തള്ളിപ്പറഞ്ഞാലും എന്നെ ചേർത്ത് നിർത്തുന്നവൻ, എനിക്കായി സ്നേഹപ്രപഞ്ചം തീർത്തവൻ, എൻ്റെ പ്രപഞ്ചമായവൻ, എൻ്റെ പ്രവൃത്തിയും വാക്കും ചിന്തകളും തിരിച്ചറിയുന്നവൻ, എൻ്റെ ഓരോ ഹൃദയമിടിപ്പ് പോലും കേൾക്കുന്നവൻ, എൻ്റെ ശ്വാസതാളമായവൻ, എൻ്റെ പ്രാണൻ, സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുന്നവൻ, സങ്കടത്തിൽ ഞാനില്ലേ എന്ന് ചോദിച്ച് എന്നെ ചേർത്ത് നിർത്തുന്നവൻ, കണ്ണാ പറഞ്ഞാലും സ്നേഹിച്ചാലും മതിയാകാത്തവനെ, അമ്മയായും അച്ഛനായും കൂടപ്പിറപ്പായും സ്നേഹിതനായും കാമുകനായും ഉണ്ണിയായും ഗുരുവായും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബെസ്റ്റിയായും ബെസ്റ്റ് ഫ്രണ്ടായും ചങ്കായും, ഏത് ബന്ധത്തിലും പെർഫെക്റ്റായി സെറ്റാകുന്നവൻ, ഏത് ബന്ധത്തിലും ദ ബെസ്റ്റായി നമ്മളെ സ്നേഹിക്കാൻ ചങ്കുറപ്പുള്ളവൻ, ഏത് റോളും പെർഫെക്റ്റായി കൈകാര്യം ചെയ്യുന്നവൻ ഗുരുവായൂരപ്പൻ, എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പൻ. ആരാണ് നീ എനിക്ക് എന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണ് കണ്ണ. ആരല്ല എന്നതാവും ശരി. നീയാണ് എനിക്കെല്ലാം, നീ മാത്രമാണ് എനിക്കെൻ്റെ സ്വന്തം. പറഞ്ഞ വരികളെല്ലാം ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്തിച്ചേരട്ടെ എന്നാഗ്രഹിക്കുന്നു. രാധാറാണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.